അങ്ങനെ ഞങ്ങൾ ജോർജിയയിൽ നിന്ന് തിരിച്ച് താമ്പായിൽ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ, ഫ്ലോറിഡയിൽ. അപ്പം പോണ വഴിക്കായിരുന്നു ഞങ്ങൾ റൈറ്റ് സൈഡിൽ ബക്കീസ് കണ്ടു. ഞങ്ങൾക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം. അന്നേരം ഞങ്ങൾ ഓർത്തു ഒരു എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് ബക്കീസ് ഒന്ന് വിസിറ്റ് ചെയ്യാതാലോ എന്ന്. ഈ ബക്കീസ് എന്താണെന്നല്ലേ, ഇറ്റ്സ് എ ഗ്യാസ് സ്റ്റേഷൻ. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ 2-4 പമ്പിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ അല്ല കേട്ടോ, 240 പമ്പുണ്ട് ഇവിടെ. അങ്ങനെ ടിമ്മി വണ്ടി നിർത്തി 238 പമ്പിൽ ഗ്യാസ് അടിച്ചുകൊണ്ടിരുന്നപ്പം ഞാനും പിള്ളേരും എന്നാൽ ബക്കീസിൻ്റെ അകത്തുനിന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ അകത്തേക്ക് പോവുകയാണ്. മൊത്തം ടോട്ടൽ അമേരിക്കയിൽ 49 ബക്കീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 2 ഫ്ലോറിഡയിൽ, ഒരെണ്ണം സെയിൻറ്റ് അഗസ്റ്റിൻ, ഒരെണ്ണം ഡേറ്റോണ. അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്ന ബക്കീസ് ഈ ജോർജിയയിലാണ് കേട്ടോ. തൊമ്മനും മിന്നമ്മയും ഞാനും ഉണ്ട്. തൊമ്മിക്കുട്ടൻ വണ്ടിയിരുന്ന് ഉറങ്ങിപ്പോയി, അപ്പോൾ അവനെ ഞാൻ കൊണ്ടുവന്നില്ല അകത്തേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പം ഗായ്സ്, ഇതൊരു ഗ്യാസ് സ്റ്റേഷനാണ്. നിങ്ങൾ ബിലീവ് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തൊരു തിരക്കാന്ന് പറഞ്ഞാലുണ്ടല്ലോ. നമ്മൾ ഷീമാട്ടിയിലും ജയലക്ഷ്മിയിലും ഒക്കെ നാട്ടിൽ കട ഷോപ്പിങ്ങിന് പോണ പോലെയാണ് ഇവിടെ ആൾക്കാർ. എന്തൊരു തിരക്കും, എത്ര കൗണ്ടറും രജിസ്റ്റേഴ്സുമാണ്. ഓ മൈ ഗാഡ്, തിരക്കെന്ന് പറഞ്ഞാൽ പൂരത്തിരക്ക്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഫുൾ ഇങ്ങനെ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്യാസ് മാത്രമല്ല, ഫുഡിൻ്റെ അകത്ത് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഡെസേർട്ട് വേണമെങ്കിൽ ഡെസേർട്ട്സ് ഉണ്ട്, സ്നാക്ക് വേണമെങ്കിൽ സ്നാക്ക് ഉണ്ട്. ഇത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഫ്രം സ്ക്രാച്ച്. അതാണ് ഇവർ ബക്കീസിൻ്റെ തന്നെയാണ് ഇതെല്ലാം. പിന്നെ സ്കൂൾ വർക്കാറായതുകൊണ്ട് സ്കൂൾ ബുക്ക് ഉണ്ട്, ഡ്രോയിങ് ബുക്സ് ഉണ്ട്. ഇത് ഇവരുടെ ഡെയിലി സാൻഡ്വിച്ചിൻ്റെ ഏരിയയാണ്. സ്വീറ്റ്സ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ ഒരു സാൻഡ്വിച്ചിന് $7-8 കേട്ടോ. പക്ഷേ എന്നാലും ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ അത് 20. അത്രയ്ക്ക് ഹെവി സാൻഡ്വിച്ചാണ്. ഇവരുടെ മീറ്റൊക്കെ ഇവർ ഡയറക്റ്റ്ലി ഇങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് കാണാം ആ പുറകിൽ, അവർ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കി എടുത്താണ് മീറ്റ്. അല്ല ഫ്രോസൺ ചുമ്മാ വാങ്ങിച്ചിട്ട് വയ്ക്കുന്ന സാൻഡ്വിച്ച് മീറ്റ് അല്ല കേട്ടോ. അതിൻ്റേതായ നല്ല ക്വാളിറ്റി ഉണ്ട് അവരുടെ പ്രോഡക്റ്റിന് നേരം. ഇതാണ് ഇവരുടെ ഡിസേർട്ട് കൗണ്ടർ. ഇവിടെ കുറേ ഡിസേർട്ടൊക്കെ ഉണ്ട്. നമ്മൾക്ക് മധുരം കണ്ടാൽ വീഴും, എന്നാലും സകല ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ. പിന്നെ ഞങ്ങൾ സ്പെഷ്യാലിറ്റി മീറ്റ്സിൻ്റെ ഏരിയയിൽ, ഇത് നമ്മൾ ഉണക്കിറച്ചിയുടെ തന്നെ വിവിധ രൂപങ്ങൾ എന്ന് പറയാമല്ലോ. ഒരെണ്ണത്തിൻ്റെ അകത്ത് മുളക് കാരണം, ഒരെണ്ണത്തിൻ്റെ അകത്ത് ഉപ്പായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് പുളിയായിരിക്കും. അങ്ങനെ ഓരോ സാധനത്തിൻ്റെ അകത്ത് ഓരോ ടേസ്റ്റ് വ്യത്യാസം വരുത്തി അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ബക്കീസിൻ്റെ അവരുടെ തന്നെ പാവകളുണ്ട്, വണ്ടിയുടെ പരസ്യത്തിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഡ്രസ്സുകൾ, അവർക്ക് ഔട്ട്ഫിറ്റ്സ് ഒത്തിരി ഉണ്ട്. ഇതുണ്ടോ, ഈവൻ ഉണ്ടാകുന്ന ന്യൂ ബോൺസിന് വരെയുള്ള ഔട്ട്ഫിറ്റ്സ്, സ്വിമ്മിങ് സ്യൂട്ട്സ്, അതുപോലെ ബക്കീസിൻ്റെ പെൻസിൽ, പെന്ന്, സ്കൂളിലുള്ള സകലമാന സാധനങ്ങളും അത്യാവശ്യം, പിന്നെ സ്കേർട്ട്സ്, ടോപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ ചായ കൗണ്ടറിലേക്ക് വന്നു. കൗണ്ടർ കഴിയുമ്പോൾ പലതരം കാപ്പിയാണ്, 1-2 തരമൊന്നുമില്ല, പല ഫ്ലേവേഴ്സിൻ്റെ പലതരം കാപ്പികൾ. പിന്നെ മെഷീൻ, ഐസിയുടെ ഇവിടെയാണെങ്കിലും പല തരമാണ്. ഇങ്ങനെ 1-2 ഒന്നുമല്ല, കൗണ്ടേഴ്സ് തന്നെ ഒരു 4-5 കൗണ്ടറുണ്ട്. പ്ലസ് അതിൻ്റെ അകത്ത് തന്നെ പല ഫ്ലേവേഴ്സ് ഓഫ് ഐസീസും ഉണ്ട്. പിന്നെ ഭിത്തിയെ കൂടി എല്ലാം കുറേ ഗമ്മീസിന് തന്നെ ഒരു ഭിത്തി നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. പിന്നെ ഇത് കണ്ടോ, ഡയറി, ജ്യൂസ്, സ്പോർട്സ് ഡ്രിങ്ക്സ്, സോഡ, വൈനുണ്ട്, ഡീപോർട്ട് ചെയ്തിരിക്കുന്ന കള്ളുകളുണ്ട്, ബിയർ ഉണ്ട്. അങ്ങനെ ഭയങ്കര അടിപൊളി സെറ്റപ്പാണ്, പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 100 പേരെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടാവും, അറ്റ്ലീസ്റ്റ് മിനിമം, ഏറ്റവും മിനിമം. കാരണം അതുപോലെ കൗണ്ടേഴ്സ് ഉണ്ട്, പുറത്തും അകത്തും എല്ലാം ആൾക്കാർ ഹെൽപ്പിങ്ങിന്. ബാത്റൂമിൻ്റെ ഒക്കെ ലൈൻ നിൽക്കുന്നത് ഒരു 25 മിനിറ്റ് ലൈൻ നിൽക്കുമ്പോഴേ നമുക്ക് ബാത്റൂമിൽ കയറാൻ പറ്റുന്നത് കേട്ടോ. ഭയങ്കര ഫാസ്റ്റാണ് ലൈൻ. പക്ഷേ 25 മിനിറ്റ് ലൈൻ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അകത്ത് ഒരു 25 ബാത്റൂം ഉള്ളിടത്താണ് നമ്മൾ 25 മിനിറ്റ് ലൈൻ നിൽക്കണമെന്ന് ഓർക്കണം. അത്രയ്ക്ക് അതാണ് ഇവരുടെ ഒരു തിരക്ക്. എനിവേയ്സ്, അങ്ങനെ ഞങ്ങൾ പിന്നെ സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം അടിച്ച് ഞങ്ങൾ അവസാനം തൊമ്മൻകുട്ടനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ബക്കിയുടെ കൂടെ ഫോട്ടോ എടുക്കണം. നമ്മൾ പണ്ട് വീഗാലാൻഡിലൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വീഗാലാൻഡിൽ ഇങ്ങനെ നല്ല ഇങ്ങനെ വേഷം കിട്ടി കുറേ ആൾക്കാർ. അതുപോലെ ഇവിടുത്തെ ബക്കിയുടെ വേഷം കിട്ടി ഒരു ബക്കി ഇതിൽ നടക്കാറുണ്ട്. അപ്പം കറക്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് ബക്കി ബ്രേക്കിലായിരുന്നു. അപ്പോൾ തോമനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകാറായപ്പോഴത്തേക്കും ബക്കി ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. അങ്ങനെ തോമൻ്റെ ആഗ്രഹം പോലെ ബക്കിനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഗുഡ് ബൈ അടിച്ചു.